ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിക്കാത്തൊരു ടോപ്പിക്കാണ്. എല്ലാവരും എഴുതി വെക്കുക. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയും, OR. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്. മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, മിക്കല്ല ആരും പഠിപ്പിക്കുന്നില്ല ടോപ്പിക്ക്. എന്താണ് ഓൺലൈൻ അതൊന്ന് എഴുതി വെക്കുക. ടേമായിട്ട് നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആവണം. എന്താണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്? ഇല്ല. ഗുഡ്, കുഴപ്പമില്ല. ഇങ്ങനത്തെ ടേമുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ പരിചയമായിട്ട് പോകണം. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാ ടേമുകളായിട്ടും ഫെമിലിയർ ആവണം. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണത്. OR, അതായത് നമ്മുടെ ബ്രാൻഡിന്റെ ഓൺലൈൻ പ്രസൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ടേം ഫസ്റ്റ് കേട്ടു തുടങ്ങിയത് ജെറ്റർവേസിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തപ്പോഴാണ്. 15 വർഷം മുന്നേ ഇത് ആക്റ്റീവാണ്. ഇപ്പോഴും നിങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എയർലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് ഇന്റർനെറ്റിൽ പലയിടത്തും പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലർ വളരെ മോശമായ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ചിലർ വളരെ നല്ല അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കുറിച്ച് ഓരോരുത്തരും എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന് വേണ്ട റിപ്ലൈയും അതിന് വേണ്ട ആക്ഷൻസും എടുത്ത് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഓൺലൈനിലുള്ള പ്രസൻസ് വളരെ പോസിറ്റീവ് ആക്കണം. അതാണ് ബേസിക്കലി ഓൺലൈൻ റെപ്യൂട്ടേഷൻ. നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. നിങ്ങൾ വലിയ കമ്പനികളിലൊക്കെ ചെല്ലുമ്പോൾ ഇതിന് ഭയങ്കര പ്രസക്തിയാണ്. ഈവൻ സ്മോൾ കമ്പനികൾ പോലും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇപ്പൊ ഞാൻ ജെറ്റർവേസിലായിരുന്നു ആക്ച്വലി ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുകയും ഇതൊരു ഏജൻസിക്ക് കൊടുത്തേക്കാണ്. എവിടേക്കോ മോശമായിട്ട് എഴുതുന്നുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് വളരെ അഗ്രസീവ്ലി ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ചെയ്തായിരുന്നു. ബേസിക്കലി നമ്മുടെ ഒരു PR വർക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വേറൊരു ഓൺലൈൻ സ്റ്റൈലാണ്. ബേസിക്കലി നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ലതായിട്ട് പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പോസിറ്റീവ് കാര്യങ്ങൾ എഴുതുന്നു. നമ്മുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ നമ്മളായാലും ഇപ്പൊ കണ്ടിട്ടില്ല, പലരും പൈസ കൊടുത്തിട്ട് നല്ല സിനിമയുടെ റിവ്യൂ പറയിപ്പിക്കുന്നു. അതൊക്കെ ഒരു ഓൺലൈൻ റെപ്യൂട്ടേഷന്റെ ഭാഗമാണ്. ബേസിക്കലി പൈസ കൊടുത്തിട്ട് നല്ല റിവ്യൂ പറയിപ്പിക്കുക, പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് കാണിക്കുക. ചിലർ കണ്ടിട്ടില്ല, അവർ ഇപ്പൊ PR വർക്ക് ചെയ്യിക്കണമെന്ന് പറയും. അതായത് PR വർക്ക് ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി കേട്ടോ. മറ്റേന്ന് പറയുമ്പോൾ മീഡിയയും മറ്റ് പ്രിന്റ് മീഡിയ ഒക്കെ ഉപയോഗിക്കും ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓൺലൈനിനെ കുറിച്ചിട്ടാണ്. ഓൺലൈനിൽ ഉള്ള നമ്മുടെ ഒരു റെപ്യൂട്ടേഷനെ കുറിച്ചിട്ടാണ്. ചെറിയൊരു ഐഡിയ കിട്ടിയോ? പറയൂ പ്ലീസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സ്ഥാപനമാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 2000+ റിവ്യൂസ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജെന്യുവൻ ആയിട്ട് ഫീഡ്ബാക്ക് ഇടും. ഞാൻ അവിടെ പഠിച്ചു, ചിലപ്പോൾ ഹാപ്പി ആയിരുന്നില്ല, ഇന്ന കാരണങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലവരുണ്ടാവും. ചിലവർ കോമ്പറ്റീറ്റേഴ്സ് കൊണ്ട് വെറുതെ ഫേക്ക് റിവ്യൂസ് ഇടും. ചിലരും നല്ല റിവ്യൂസ് ഇടും, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇടും. പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്സ്
93% of people read online reviews before making a decision. ഞാൻ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ റിവ്യൂ ഒക്കെ നോക്കി സാറേ, അത് ജെന്യുവിൻ ആയിട്ട് തോന്നി, അതുകൊണ്ട് എടുത്തു എന്ന് പറയും. ഇന്നലെ തന്നെ ഒരു കുട്ടി വന്നിട്ട് ഓഫ്ലൈൻ അഡ്മിഷൻ എടുത്തു. ഒരു ജെന്യുവിൻ ആയിട്ട് റിവ്യൂ വായിച്ചപ്പോൾ അതിലൊരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് എന്നൊക്കെ അവർ പറഞ്ഞു. ചിലവർ വേറെ പലതും കണ്ടിട്ടായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് അഡ്മിഷൻസ് എടുക്കുന്നത്. ചിലർ റിവ്യൂ കണ്ടിട്ടായിരിക്കും. പക്ഷെ 93% ഓഫ് പീപ്പിൾ റീഡ് ഓൺലൈൻ റിവ്യൂസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈൻ റിവ്യൂസ് ഇൻ ഡിജിറ്റൽ. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്തിട്ടാണോ അഡ്മിഷൻ എടുത്തത്? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞൊരു കമന്റ് ഇടാമോ? അത് ചെക്ക് ചെയ്താൽ ആരാ? ഓക്കെ. ചിലവർ അത് ചെക്ക് ചെയ്യാറുണ്ട്. ചിലവർ വളരെ സീരിയസ് ആയിട്ട് അത് ചെക്ക് ചെയ്യാറുണ്ട്. ചിലർ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കും മിക്കവരും. അതുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക എത്ര ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇപ്പൊ ഞാൻ ആൾക്കാരുടെ അടുത്ത് റിവ്യൂസ് ഇടിക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ റിവ്യൂസ് ഇടിക്കാറുണ്ട്. ചിലർക്ക് പ്ലേസ്മെന്റ് കിട്ടി കഴിഞ്ഞപ്പോൾ റിവ്യൂസ് ഇടിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യിക്കാറുള്ള കാര്യങ്ങളാണ് ഗൂഗിൾ റിവ്യൂ ഇടിപ്പിക്കാറുണ്ട് ബേസിക്കലി. ഓക്കെ, അപ്പൊ അത് ആൾക്കാർ നോക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചു. അപ്പൊ ഗൂഗിൾ നിങ്ങളായാലും, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഒരു സ്റ്റുഡന്റ് എവിടെയെങ്കിലും ഒരു ജോബ് ചെല്ലുമ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഫോക്കസ്. അവരുടെ എല്ലാ ഡിജിറ്റൽ ഓപ്പറേഷനിലും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ ടേമുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിലൊരു കൺട്രോൾ ഉണ്ടാവണം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, സംസാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ഓരോ വലിയ സ്ഥലത്ത് വർക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ഏജൻസി തുടങ്ങുക, ഫ്രീലാൻസ് ചെയ്യുക. ഇതിന്റെ കാരണം അവരുടെ ഒരു എക്സ്പോഷറാണ്. ആ ക്ലാസ്സിൽ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറാണ്. അപ്പൊ ഈ റിവ്യൂസ് ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ആൾക്കാർ ചെക്ക് ചെയ്യും. 93% ആൾക്കാർ ചെക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഓൺലൈൻ റിവ്യൂസ് ആയാലും ഞാനായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഈ സ്ഥാപനം ഉള്ളതാണോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയണം. നെറ്റാണ്, ഇന്റർനെറ്റ് ആണ്. ഇപ്പൊ നിങ്ങളായാലും ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തത് ഗൂഗിൾ റിവ്യൂ ആണ്. പറയാൻ പറ്റും ഇത്ര വർഷമായിട്ട് സ്ഥാപനം ഉണ്ട്. അതൊരു ക്രെഡിബിലിറ്റി ആണ് ആക്ച്വലി. ഇത് ഓൺലൈനാണ്. ഇഷ്ടംപോലെ ഫ്രോഡുകൾ നടക്കുന്നതാണ്. ചിലർ പൈസ വാങ്ങിച്ചിട്ട് ക്ലാസ് നടത്താണ്ട് പോകും. പലതരത്തിലുള്ള ഫ്രോഡുകൾ നടക്കുന്ന ഒരു സിസ്റ്റം, ഒരു മേഖലയാണ് ഓൺലൈൻ. അപ്പൊ ഈ റിവ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്രെഡിബിലിറ്റി ഫാക്ടറാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, അതായത് ഓൺലൈനിൽ നമ്മളെ കുറിച്ചിട്ടുള്ള പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോസിറ്റീവ് പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. വൈ ORM മാറ്റർ കണ്ട് ബിൽഡ് ട്രസ്റ്റ് എസ്പെഷ്യലി ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ, സ്റ്റുഡന്റ് അഡ്മിഷൻ ആൻഡ് ബ്രാൻഡ് ഇമേജ്. ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കലി കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളുടെ നേരത്തെ ഒരാൾ പറഞ്ഞു എ സ്റ്റുഡന്റ് ചൂസസ് ബിറ്റ്വീൻ 2 കോളേജസ് ബേസ്ഡ് ഓൺ റിവ്യൂസ്. ക്ലിയർ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തിന് അപ്രോക്സിമേറ്റ്ലി 2000+ റിവ്യൂ ഉണ്ട്. അത് കഴിയുമ്പോൾ വേറൊരു സ്ഥാപനം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ ഒരു 15 റിവ്യൂ ഉള്ളൂ. നിങ്ങൾ ഒരു 100 വട്ടം ആലോചിച്ചിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുള്ളൂ. 100 വട്ടം നോക്കുമ്പോൾ ഇവിടെ ഇത്തരം റിവ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, കുറെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെക്കാം. അതിലും ഇത്തരം റിവ്യൂ ഇടാൻ പറ്റില്ല. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ റിവ്യൂസ് കയറാം. 85% of people trust online reviews as much as personal recommendation. ചിലർ റെക്കമെൻഡ് ചെയ്യുമെങ്കിലും ഈ റിവ്യൂസിനെ അവർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് പ്രസൻസ് ഓൺലൈനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കവരും എടുക്കുന്ന ഡിസിഷൻസ് അതിനൊക്കെ നോക്കിയിട്ടാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് റിവ്യൂ മോണിറ്ററിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കോണ്ടന്റ് പബ്ലിഷിംഗ്, SEO ഫോർ പോസിറ്റീവ് വിസിബിലിറ്റി, ക്രൈസിസ് റെസ്പോൺസ് പ്ലാനിങ്. ഈ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ഈ ORM. ഇതൊന്നും എല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ഈ 5 എലമെന്റ്സ് എല്ലാവരും ഒന്ന് എഴുതി വെക്കുക.
key elements of ORM: review monitoring, social media management, content publishing, SEO for positive visibility. SEO for positive visibility. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കും, മനസ്സിലാക്കും കേട്ടോ. ഓക്കെ. ടൈപ്സ് ഓഫ് റെപ്യൂട്ടേഷൻ. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്യൂട്ടേഷൻ, അതായത് കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടുള്ള റെപ്യൂട്ടേഷൻ. ഡിപ്പാർട്ട്മെന്റ് റെപ്യൂട്ടേഷൻ, അതായത് കോഴ്സ് പ്രോഗ്രാം ലെവൽ. പേഴ്സണൽ റെപ്യൂട്ടേഷൻ, അതായത് ആ ഫാക്കൽറ്റിനെയോ ഇതിനെ കുറിച്ച്. ഇപ്പോൾ ഒരു പ്രൊഫസർ നോൺ ഫോർ ഹെൽപ്പിംഗ് സ്റ്റുഡൻറ് ബൂസ്റ്റ് ദ കോളേജ് റെപ്രസെന്റ് ഇത്. അതായത് പല തരത്തിലായിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില സ്ഥാപനത്തിനെ കുറിച്ച് വളരെ മോശമായിരിക്കും, പക്ഷെ അവർ പറയും അവിടുത്തെ ഒരു പർട്ടിക്കുലർ ട്രെയിനർ നല്ലതാന്ന് പറയും. കണ്ടോ, സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രെഡിബിലിറ്റി, ആ ട്രെയിനറിന്റെ ക്രെഡിബിലിറ്റി. പല തരത്തിലുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും അങ്ങനെയായിരിക്കും, ഏത് കമ്പനി എടുത്താലും അങ്ങനെയായിരിക്കും. ചില കമ്പനിക്ക് 4-5 പ്രൊഡക്റ്റ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും മോശം കേൾക്കുക കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് നിങ്ങൾ എവിടെയാണോ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് മേഖലയെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ പർട്ടിക്കുലർ മേഖലയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അവിടെ ആയിരിക്കണം നിങ്ങൾ ORM ചെയ്യേണ്ടത്. അവിടെയാണ് ORM ചെയ്ത് ആ മേഖലയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ORM വേഴ്സസ് പബ്ലിക് റിലേഷൻസ്. ORM എന്ന് പറയുന്നത് റിയൽ ടൈം റെസ്പോൺസ് ആണ്, അതായത് ഇന്റർനെറ്റ് ആയതുകൊണ്ട് നമുക്ക് റിയൽ ടൈം ആണ്. അതേപോലെ ORM എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. എല്ലാം ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്, ഗൂഗിൾ റിവ്യൂസ് ഒക്കെയാണ്. പബ്ലിക് റിവ്യൂസ് ആണ്. അതുപോലെ PR എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മെസ്സേജിങ്, പ്രസ് റിലീസസ്, മീഡിയ കവറേജ്. കണ്ട് ഇവിടെ ഡിജിറ്റൽ ആണെങ്കിൽ അവിടെ മീഡിയ, പ്രസ്, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് വളരെ പ്ലാൻ ചെയ്തിട്ട് ഉള്ള ഒരു എക്സിക്യൂഷനാണ് അവിടെ നടത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് റെസ്പോൺസ് ടു നെഗറ്റീവ് ഇൻസ്റ്റാഗ്രാം കമന്റ് ഇൻ റിയൽ ടൈം. അതാണ് റിയൽ ടൈം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. 67% ഓഫ് ബ്രാൻഡ് ക്രൈസിസ് ഒറിജിനേറ്റ് ഓൺലൈൻ അല്ലെ. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മളപ്പം തന്നെ ഓൺലൈനിൽ പോയിട്ടായിരിക്കും നമ്മൾ പറയുക. നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും പറയാം, ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലായിരിക്കും പറയാം, ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പറയാം, പല രീതിയിലായിരിക്കും പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ KSFE മാനേജർമാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു സെഷൻ എടുക്കാൻ പോയി. ഓൾ കേരള KSFE കേട്ടിട്ടില്ല എല്ലാവരും. KSFE മാനേജർമാർക്ക് എടുക്കാൻ പോയി. ഇപ്പൊ ക്ലാസ് എടുത്തപ്പോൾ അതിൽ ഉള്ളൊരു പുള്ളി എന്നോട് ചോദിച്ചതാണ്, സാറേ നമ്മുടെ KSFE കുറിച്ചിട്ട് ഒരാള്, ഏതൊരു ഫിലിം സ്റ്റാർ ആണെന്ന് തോന്നുന്നുണ്ടോ, ഒരു ബാഡ് എക്സ്പീരിയൻസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഒരു ബാഡ് എക്സ്പീരിയൻസിന് 1 മില്യൺ റീച്ച് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി എന്നോട് ചോദിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ റിയൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുക. അപ്പൊ ഇതിന് എന്താണ് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യം, ഒരാള് യൂട്യൂബിൽ ചെന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ചിട്ടി വിളിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് ആയി, എനിക്ക് പൈസ ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ടാവും, എനിക്കും ഇങ്ങനെ മോശം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് അതിന്റെ താഴെ കമന്റ് ഇടിക്കുക. നിങ്ങളുടെ ഓഫീസിൽ ഓരോ ബ്രാഞ്ചിലും ആൾക്കാർ വരും, ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരെയും കൊണ്ട് നിങ്ങൾ അപ്പം തന്നെ ആ ലിങ്ക് കൊടുത്തിട്ട് സാർ ഇവിടെ ഒന്ന് എന്തെങ്കിലും ഞങ്ങൾ കമന്റ് ഇട്ട് ഇത് ചെയ്യാം. അപ്പൊ അവിടെ കമന്റ് ഇടണം. എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരാള് പറയാണ് എനിക്ക് നിങ്ങളുടെ ചിട്ടി വിളിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഫോർമാലിറ്റീസ് ആയിരുന്നു, ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പൊ അതിനിടയിൽ എഴുതണം, ഞാൻ KSFിലെ 15 വർഷമായിട്ടുള്ള കസ്റ്റമറാണ്, ഐ എം വെരി ഹാപ്പി, എനിക്ക് എല്ലാ ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്നുള്ള സപ്പോർട്ട് ഭയങ്കരമാണ്, എനിക്ക് ഫാസ്റ്റ് ആയിട്ട് എല്ലാം കിട്ടാറുണ്ട്, ഐ എം ഗ്രേറ്റ്ഫുൾ ടു KSFE. അങ്ങനെ ഒരാൾ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അതിന് താഴെ ഒരു 5-8 പോസിറ്റീവ് കമന്റ് അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ഇടണം. എന്താണോ നെഗറ്റീവ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഉൾട്ടയായിട്ടുള്ള പോസിറ്റീവ് കമന്റുകൾ ഇടണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ചെന്നപ്പോ ഇന്ന ഒരു സ്റ്റാഫ് ഭയങ്കര റൂഡായിരുന്നു എഴുതി വിചാരിക്കുക. എന്നിട്ട് ആ ബ്രാഞ്ചിൽ വേറെ നല്ല ആൾക്കാരുണ്ടാവും, അല്ല അപ്പൊ വേറെ അവരോട് പറയണം, വേറെ കസ്റ്റമറോട്, നിങ്ങൾക്ക് ഇന്ന സ്റ്റാഫിന്റെ പേര് ബ്രാഞ്ചിൽ എനിക്ക് വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അപ്പൊ ഒരു നെഗറ്റീവിന്റെ കൂടെ കുറെ പോസിറ്റീവ് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ സ്വാഭാവികം. എല്ലാം നെഗറ്റീവാണ് അല്ലെങ്കിൽ മെജോറിറ്റി നെഗറ്റീവ് ആവുമ്പോഴാണ് പ്രശ്നം. സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റില്ല. ബേസിക്കലി ഇപ്പൊ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഹാപ്പി ആകുമ്പോൾ, പക്ഷെ കുറച്ച് പേരെങ്കിലും ഹാപ്പി ആയിരിക്കണം. എല്ലാവരും മോശമാകുമ്പോഴാണ്, അൺഹാപ്പി ആകുമ്പോഴാണ് എന്തോ സംതിങ് റോങ് ഉണ്ടെന്നാണ് അർത്ഥം. ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? ചെറിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തില് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാക്കണം, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം. അല്ലാണ്ട് ആദ്യം തന്നെ എവിടേക്കാണ് എഴുതിയിരിക്കണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ്, ഇന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ ഓഫീസിൽ നിങ്ങൾ അതിന് റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ആൾക്കാർക്ക് കമന്റ് ഇടാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആഡ് ഉണ്ട്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് UK പോയി, USA പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ താഴെ പലരും ഫണ്ണി ആയിട്ട് ഇടാറുണ്ട്. ചില കമന്റുകൾ ഞാൻ തന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാറുണ്ട്, വളരെ ഫണ്ണിയാണ്. ചിലവർ പറയും ഇത് തള്ളാന്ന് പറയാറുണ്ട്, പലരും പല രീതിയിലും പലതും എഴുതാറുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ പോസിറ്റീവില് കാണുന്ന കാരണം ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തള്ളുന്നൊക്കെ പറയണത്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഇതിന്റെ ഗ്രോത്ത് ഉണ്ടെന്ന് അവർക്ക് മനസ്സിൽ പോലും ആവുന്നില്ല. ക്ലിയർ? അത്രയ്ക്ക് പോലും അവർ വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന ഒരു അതിശയം വരുന്നത്. അപ്പൊ ഞാൻ അതിനൊക്കെ റിപ്ലൈ ഇടും. ചിലവർ എന്നോട് പറയാം അതൊക്കെ ഡിലീറ്റ്. ചില കമന്റുകൾ ഒരുപാട് ഇടുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഭയങ്കര റീച്ചിലേക്ക് പോകും. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പല രീതിയിലായിരിക്കും ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ എവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇതിനെ സ്ട്രാറ്റജിക്കലി ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ എവിടെ ആദ്യം ചിലവർ പറയും സ്ഥാപനത്തിലുള്ള കോഴ്സ് നല്ലതല്ല, ചിലവർ പറയും അവിടെ പഠിച്ചിട്ട് ജോബ് കിട്ടുന്നില്ല, ചിലവർ പറയും അവിടുത്തെ ട്രെയിനറിന് എക്സ്പീരിയൻസ് ഇല്ല, ചിലവർ പറയും അവിടെ ക്ലാസ്സുകളൊന്നും കൃത്യമായിട്ട് നടത്തുന്നില്ല. പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ പലതരത്തിലും പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ആദ്യം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം ഇത് എല്ലായിടത്തും ലൊക്കേറ്റ് ചെയ്യാം. ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു എവിടേക്കാണ്, ഏതൊക്കെ സൈറ്റുകളിലാണ് നമ്മളെ കുറിച്ച് മോശം എഴുതിയിരിക്കുന്നത്, അത് ആദ്യം തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 3-4 സ്ഥലത്ത് നമ്മൾ കണ്ടു ഇവിടെ പഠിച്ചിട്ട് ജോബ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? നമ്മളെ പഠിച്ചിട്ട് പ്ലേസ്ഡ് ആയ കുട്ടികളുടെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അവിടെ റിപ്ലൈ ചെയ്യിപ്പിക്കണം, ഞാൻ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിൽ പഠിച്ചതാണ്, കറന്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ കമ്പനി, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡഡ് ഓൾ കൈൻഡ് ഓഫ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. ക്ലിയർ? അങ്ങനെ പല രീതിയിലും കുറെ പ്ലേസ്മെന്റിനെ കാണുമ്പോൾ ആ പോസ്റ്റിന് അവർക്ക് അവിടെ ഒരു ബലം കുറയും. ഇനി ചിലവർ പറയും ഞങ്ങളുടെ ടോപ്പിക്സ് വളരെ പഴയതാണെന്ന് പറയുമ്പോൾ, ഞാൻ ഡാറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതാണ്, ഐ ലേൺഡ് ദീസ് കൈൻഡ് ഓഫ് ലേറ്റസ്റ്റ് ടോപ്പിക്സ്, കറന്റ്ലി ഐ ആം വർക്കിംഗ് സംവെയർ. എല്ലാത്തിനും അവർക്ക് അറിയാൻ പറ്റിയതാണ്.
അപ്പൊ ഇതിനെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക്, അത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റിന്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരണം. അല്ലാണ്ട് എന്തെങ്കിലും കമന്റ് കണ്ട് നിങ്ങൾ ഓടിച്ചാടി പേടിക്കരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ അത് നിങ്ങളോട് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. ഓൺലൈനുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ഇനി അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സൽ, പവർ ബി, സെയിൽസ് വരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് പോയ വഴിയിൽ ചെല്ലുമ്പോൾ എല്ലാ മേഖലയിലും ഓക്കെ, ഇത് എൻ്റെ അടുത്ത് ആൻസർ ഉണ്ട്, ഇത് എൻ്റെ അടുത്ത് ആൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് സംസാരിച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം കേട്ടോ. എവിടെയൊക്കെ എന്തൊക്കെയാണ് നെഗറ്റീവ് റിവ്യൂസ് ഉള്ളത് കൃത്യമായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യണം. ചെറിയ ഐഡിയ കിട്ടണ്ടോ? എല്ലാരും പറയൂ പ്ലീസ്. കിട്ടുന്നുണ്ട്. ആരോ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ എന്നോട് ചോദിച്ചായിരുന്നില്ലേ? എന്തോ ഇല്ല, കേൾക്കണില്ല. ആർക്കെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ? ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് ഒന്ന് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. അതായത് ഗൂഗിൾ റിവ്യൂസിൽ ആൾക്കാർ എഴുതും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗൂഗിൾ റിവ്യൂ. ആർക്കെങ്കിലും, ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ, എന്തെല്ലാം എക്സാമ്പിൾ എന്ന് പറയാം എനിക്ക്, എന്തെല്ലാം എക്സാമ്പിൾ എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്റ്റുഡൻറ് എൻക്വയറി നടത്തിയപ്പോൾ എനിക്കാണ് കോൾ വന്നത്. ഞാൻ എന്തോ അന്ന് എൻ്റെ മൂഡ് ശരിയാവുകയോ ഞാൻ കുറച്ച് പൊളൈറ്റായിട്ട് പറഞ്ഞില്ല. ഓക്കെ, ആള് ഫോൺ കട്ട് ചെയ്ത് നേരെ പോയി ഗൂഗിളിൽ റിവ്യൂ ഇട്ടു. ഞാൻ അവിടെ വിളിച്ചു, ഭയങ്കര റൂഡായിട്ടാണ് അവർ സംസാരിച്ച്. അവരപ്പം തന്നെ ഇട്ടു. ഞാൻ എന്ത് ചെയ്തു? അവരപ്പം തന്നെ വിളിച്ച് ഞാൻ സോറി പറഞ്ഞ് അതവരെ കൊണ്ട് മാറ്റിച്ചു. ക്ലിയർ ആയോ? ചില കാര്യത്തിന് നമ്മൾ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. എന്തുണ്ടെങ്കിലും കറക്റ്റ് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. ജെന്യുവിനാണ് ചിലരുണ്ടാവും, കോമ്പറ്റീറ്റർ ഉണ്ടാവും, ഫേക്ക് ഉണ്ടാവും. അത് അബ്സല്യൂട്ട്ലി ഫൈൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ റിപ്ലൈ തന്നെ കൊടുക്കുക. എല്ലാത്തിനും റിപ്ലൈ തന്നെ കൊടുക്കുക. ചില റിപ്ലൈ തന്നെ കൊടുക്കുക. നിങ്ങൾ കോമ്പറ്റീറ്റർ ആണ്, നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ പേരെന്താണ്, ഏത് വർഷമാണ് നിങ്ങൾ പഠിച്ച്, അത് ഇവിടെ പറയാൻ നമ്മൾ വി ആർ റെഡി ടു അസിസ്റ്റ് യു എന്നുള്ള രീതിയിൽ വേണം ക്ലിയർ ചെയ്യാൻ. ഇപ്പൊ ഗൂഗിൾ, ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുമായിട്ട് ആലോചിച്ച് അതിനൊക്കെ വ്യക്തമായ മറുപടി കൊടുക്കുക. കൃത്യമായിട്ട് ആലോചിച്ച് മറുപടി കൊടുക്കുക. ചില റിവ്യൂസിന് നമ്മൾ ചിലവർ എന്തെങ്കിലും ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു മറുപടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത് വളരെ പ്രൊഫഷണലിസമാണ്. ചിലർ ഇന്ന തന്നെ ഉണ്ടാവും. ചിലർ ജെന്യൂൻ ആണെങ്കിൽ ജെന്യൂൻ കേസ് തന്നെ ഉണ്ടാവും. ചിലർ പറയും ഞാൻ അവിടെ പഠിച്ചു പക്ഷെ അവര് എനിക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് തന്നില്ല എന്ന് ചിലപ്പോൾ പറയും. അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. നമ്മൾ ഇപ്പോഴും പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണ്, നമ്മളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂം തരാം, വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എൻക്വയറീസ് ഫ്രം സോ മെനി കമ്പനീസ്, നമ്മൾ വി വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അറ്റ്ലീസ്റ്റ് അതിനൊരു മറുപടി എങ്കിലും കൊടുക്കുക. അപ്പോൾ വേറെ ആൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ ഒരു പ്രോബ്ലം ക്രൈസിസ് വന്നപ്പോൾ അവർ വളരെ പ്രൊഫഷണലി ആണ് അതിന് ഡീല് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് റിവ്യൂ ഇടാം. ഇപ്പൊ ഫേസ്ബുക്ക് പഠിച്ചവർക്ക് അത് അറിയാൻ പറ്റും, പഠിക്കാത്തവർക്ക് അത് പഠിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജിൽ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോന്ന് അറിയില്ല. ഫേസ്ബുക്ക് പേജിൽ നമുക്ക് റിവ്യൂസ് ഇടാം. അവിടെയും നമ്മൾ റിവ്യൂ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ചിലപ്പോൾ നമ്മുടെ പോസ്റ്റിന് താഴെ പലരും പലതരത്തിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. യൂട്യൂബ് കമന്റ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കണം. റെഡിറ്റ്, കോറയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും പല
റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ പലത് എഴുതിയിട്ടുണ്ടാകും നമ്മുടെ ക്ലയൻറ്റുകളെ കുറിച്ചിട്ടോ നമ്മുടെ കമ്പനികളെ കുറിച്ചിട്ടുള്ള പല സർവീസുകൾ. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജർ ആവുമ്പോൾ ഇങ്ങനത്തെ എല്ലാ നമ്മുടെ ഓൺലൈൻ ചാനൽസും നമ്മുടെ ഓൺലൈൻ പ്രസൻസും നമ്മുടെ കസ്റ്റമറിൻ്റെ റെസ്പോൺസും ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണം. ഐഡിയ കിട്ടണ്ടോ? Yes, yes. ഇൻട്രസ്റ്റിംഗ്. Yeah, yeah. എന്തെങ്കിലും ചോദിക്കോ? നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കാനില്ല? സുബീഷേ കിട്ടണ്ടോ? ക്ലിയർ ആണ്. ഗുഡ്. റാസിഖ് ക്ലിയർ ആണോ? സാർ ക്ലിയർ ആണ്. ഓക്കെ. എല്ലാവരും ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളെ തോട്ടിലേക്ക് വരാനാണ് കേട്ടോ. എല്ലാവരും നിങ്ങൾ ആ ലെവലിൽ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് അറിഞ്ഞില്ല. അതുപോലെ ഇവിടെ തന്നെ വേറൊരു ഒരു റൈസിന്റെ കമ്പനിക്കാരൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ റെപ്യൂട്ടേഷൻ ചെയ്തു തരാമോ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ വളരെ പ്രൊഫഷണൽ സാധനമാണത്. കാരണം എല്ലാവർക്കും റെപ്യൂട്ടേഷൻ ആവശ്യമാണ്. എല്ലാ ബ്രാൻഡിനും ഓൺലൈൻ റെപ്യൂട്ടേഷൻ എല്ലാ ബ്രാൻഡിനും വളരെ ആവശ്യമാണ്. അതിൽ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ മൈ ബിസിനസ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അപ്ഡേറ്റ് ഇൻഫോ അതൊക്കെ റെഗുലറായിട്ട് ചെയ്യുക. ആസ്ക് ഫോർ റിവ്യൂ ഫ്രം സ്റ്റുഡൻസ് ആൻഡ് അലുമിനി അടുത്ത് ചോദിക്കുക. ഓക്കെ, അതേപോലെ അതിൽ നമ്മുടെ പലതരം ഫോട്ടോസുകൾ കാര്യങ്ങൾ പ്ലേസ്മെന്റ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ആ സാധനം നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ച കാര്യം. നമ്മളെ കുറിച്ച് ഒരാൾ മോശം റിവ്യൂ, ജെനുവിൻ റിവ്യൂ ഇട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുക. ജെനുവിൻ റിവ്യൂ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാണ്, നമുക്കിപ്പോൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടിയില്ല എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ പറയാം, നമുക്ക് പ്ലേസ്മെന്റ് ഇപ്പം നമ്മളൊരു പ്ലേസ്മെന്റ് മാനേജറൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ റെസ്യൂം നമുക്ക് അയച്ചു താട്ട്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നാളെ തന്നെ നമ്മൾ അതിൻ്റെ സപ്പോർട്ട് തരാം എന്ന് പറയാം. അത് ചിലപ്പോൾ അന്ന് നമുക്ക് അത്ര പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, നമ്മൾ അന്ന് കമ്പനിയൊക്കെ സ്റ്റാർട്ടപ്പ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്, വി ആർ റെഡി ടു ഹെൽപ്പ് യു റൈറ്റ് നൗ എന്നുള്ളത് പറയാം. അപ്പം ഇനി വരുന്ന സ്റ്റുഡൻസിന് ഒരു പ്രതീക്ഷയായി. ഓക്കെ, അന്ന് ചിലപ്പോൾ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ വളർന്നു എന്നുള്ളത്. അതാണ് പറഞ്ഞത്, അതിന് അക്നോളജ് ചെയ്ത് പ്രൊഫഷണലി നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കിടന്ന് ആർഗ്യുമെന്റ് ഒഴിവാക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരാളെ മോശം പറഞ്ഞ് നമ്മൾ അതിനോട് റിപ്ലൈ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ കിടന്ന് ഇങ്ങനെ ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു പ്രൊഫഷണൽ റിപ്ലൈ കൊടുക്കുക. ഓക്കെ, എല്ലാത്തിനും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നല്ലതാണെങ്കിൽ പോസിറ്റീവ് ഒരു താങ്ക്സ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എപ്പോഴും. അപ്പം തന്നെ അറിയാൻ പറ്റും നമ്മളിവിടെ ലൈവാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യും, വി ആർ പ്രൊഫഷണൽസ് എന്നുള്ളൊരു ഫീൽ ചെയ്യും. കണ്ട, ബിസിനസ്സസ് ദാറ്റ് റെസ്പോണ്ട് ടു റിവ്യൂസ് ഏൺ 35% മോർ എൻഗേജ്മെന്റ് കിട്ടുന്ന പറയണം. ക്ലിയർ ആയി? അപ്പൊ നമ്മുടെ എന്ത് കമന്റ് ഉണ്ടോ അതിന് റിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എൻഗേജ്മെന്റ് അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ റിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ വളരെ പോസിറ്റീവാണ്. അപ്പൊ നമ്മുടെ കുറച്ചും കൂടി നമുക്ക് എൻഗേജ്മെന്റ് കിട്ടും. ബേസിക്കലി നമുക്കത് കുറച്ചും കൂടി എന്ത് ചെയ്യും, ഈ റിവ്യൂവിന് റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് ഗുണം ചെയ്യും. കണ്ട, ചിലവരുണ്ട് എല്ലാ നെഗറ്റീവ് റിവ്യൂസുകൾ, ഇപ്പൊ ഗൂഗിൾ റിവ്യൂ നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല, ഫേസ്ബുക്കിൽ നിന്നുള്ള റിവ്യൂസുകളൊക്കെ എല്ലാവരും എല്ലാം എടുത്ത് കളയും. ഞാനത് ഇത് കളയാത്ത ഒരിക്കലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും നുണ എഴുതിയിരിക്കുന്നത് നമ്മൾ അതിന് ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ അതിന് റിപ്ലൈ കൊടുക്കാൻ പഠിക്കുക. റിപ്ലൈ ആണ് ബെസ്റ്റ്. ക്ലിയർ ആയോ? ചിലത് പറയും ഫേക്ക് ആണ്, നിങ്ങൾ പറയും നിങ്ങൾ ഫേക്ക് ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കുക, നല്ലതിനെ താങ്ക് യു എന്ന് പറയാം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻഗേജ്മെന്റ് കൂട്ടും ശരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ ഒരാളെന്തോ എൻ്റെ റിവ്യൂ ഇപ്പൊ കുറച്ച് ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ അതിന് റിപ്ലൈ കൊടുത്തു. ഓക്കെ, ഒരു സ്മൈലി കൊടുത്തായിരുന്നു ഞാൻ തന്നെ. ഓക്കെ, അപ്പൊ ആൾക്കാർ അങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാനും. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് റിവ്യൂ ഞാൻ വായിച്ചു, നിങ്ങളുടെ റിപ്ലൈയും വായിച്ചു എന്ന് പറഞ്ഞു. എന്താ, അതാണ് എൻഗേജ്മെന്റ് കൂട്ടുക എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഇനി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോളജൈസ് തന്നെ ചെയ്യാം. ഓക്കെ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മളത് വി ആർ റെഡി ടു കറക്റ്റ് അല്ലെങ്കിൽ വി ആർ റെഡി ടു കോമ്പൻസേറ്റ് എന്നുള്ള റിപ്ലൈ തന്നെ കൊടുക്കുക. അങ്ങനെ അപ്പോൾ കുറച്ചും കൂടി അതിനൊക്കെ ഒരു ക്രെഡിബിലിറ്റിയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരു ORM എക്സ്പെർട്ടാണ് നോക്കുക. അപ്പൊ നിങ്ങളൊരു വലിയൊരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ORM ഏറ്റെടുത്ത് ചെയ്യാം. പക്ഷെ ഇത് റെഗുലർ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനൊക്കെ ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ORM, എനിക്കൊരു പാർട്ട് ടൈം ORM-കാരൻ ഉണ്ടായിരുന്നു. അവന്റെ ജോലി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കമന്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള നല്ല നല്ല പോസിറ്റീവ് റിവ്യൂസ് എഴുതുക. ഇതായിരുന്നു പുള്ളിയുടെ എല്ലാ ദിവസത്തെയും പണി. എല്ലാ ദിവസവും അതിന് റിപ്പോർട്ട് അയക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. കണ്ട, ഇപ്പൊ നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുക, #ടാഗ് നോക്കുക, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ചെക്ക് ചെയ്യുക, എന്താണ് നമ്മളെ കുറിച്ച് പറയണമെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓൺ റെഗുലർ ബേസിസിൽ നമ്മൾ മോണിറ്ററിങ് ചെയ്യണം. ഈ ORM ടൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടൂളാണ് ഗൂഗിൾ അലർട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ടൂളാണ്. ബാക്കിയൊക്കെ കുറച്ച് പൈസയാണ്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഗൂഗിൾ അലർട്ട്സ്? ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? പറയൂ. ഇല്ല ഇല്ല. എല്ലാവരും ഒരു ഗൂഗിൾ അലർട്ട്സ് എടുക്കുക. ഗൂഗിൾ അലർട്ട്സ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട എന്തിനേയും കുറിച്ചിട്ടുള്ള കണ്ട അവിടെ google.com/ മോണിറ്റർ ദ വെബ് ഫോർ ഇൻട്രസ്റ്റിംഗ് ന്യൂ കോണ്ടന്റ്, ക്രിയേറ്റ് ആൻ അലേർട്ട് അബൌട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇമെയിൽ കൊടുക്കുക, ക്രിയേറ്റ് അലർട്ട് കൊടുക്കുക. അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ നമുക്ക് ഇങ്ങനെ ഇമെയിൽ വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ആരെങ്കിലും, അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്, നമ്മളൊരു ബ്രാൻഡിനെ കുറിച്ച് അധികം ആൾക്കാർ പറയാത്ത വലിയ ബ്രാൻഡാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഫെഡറൽ ബാങ്ക്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാൻ കണ്ടോ? ഫെഡറൽ ബാങ്ക്, റെഗുലേറ്ററി, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ വരുമ്പോൾ നമുക്ക് അലേർട്ട് കിട്ടും. ഇപ്പൊ എന്തിനേലും കുറിച്ച് പുതിയ കാര്യങ്ങൾ അറിയണം. ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് അവരുടെ UGC-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൂൾസോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ UK-യിൽ നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അലർട്ടുകൾ വരാം, പോളിസികൾ മാറാം. മനസ്സിലായോ? അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അപ്പൊ നമ്മൾ അപ്ഡേറ്റ് അറിയും, എന്തൊക്കെയാണോ നമ്മളിവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ നമ്മുടെ കമ്പനിയുടെ പേര് എഴുതിയിട്ട് നമുക്ക് അലർട്ട് കൊടുക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരെങ്കിലും ന്യൂസ് ഇടുകയോ സൈറ്റ് ഇടുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ആ ഒരു കണ്ടന്റ്, നമുക്ക് അപ്പം തന്നെ ആ ലിങ്ക് നമുക്ക് അലർട്ടായിട്ട് ഇമെയിൽ വരും, ഇന്ന ഒരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് കുറെ കൂടിയൊക്കെ ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. നമ്മളെ കുറിച്ചിട്ട് എവിടെ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞേക്കണേ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന അലർട്ടുകളൊക്കെ അതിൽ കാണിക്കുമോ? സോഷ്യൽ മീഡിയ അതില് ഗൂഗിള് ഇൻഡെക്സ് ചെയ്യണമായിരിക്കണം. ഗൂഗിൾ ഇൻഡെക്സ് ചെയ്താലേ കാണും. അതിന് വേറെ ഉണ്ട്. അതാണ് ഹൂട്ട്സ്യൂട്ട് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഡാഷ്ബോർഡ് ഉണ്ട്. reputation.com ഉണ്ട്. ട്രാക്ക് മെൻഷൻസ് അക്രോസ് വെബ് ഉണ്ട്. ഇത് ഫ്രീ ആയതുകൊണ്ടാണ്. പെയ്ഡ് ടൂൾ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും ശരി, എവിടെ പറയുന്നതായാലും നമ്മൾ കാണിക്കും. ഫ്രീയില് അത് കുറവായിരിക്കും, പക്ഷെ കുറച്ചൊരു ഐഡിയ കിട്ടും. വേറെ ഓൺലൈൻ റെപ്യൂട്ടേഷന്റെ ടൂൾസ് തന്നെ ഉണ്ട്. ആ ടൂൾസ് നമ്മൾ ചിലതൊക്കെ പെയ്ഡ് ആണ്, അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ,
ഗുഡ്. നിങ്ങളായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാം. റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മാനേജ്മെന്റിന് കൊടുക്കുക. മാനേജ്മെന്റ് വിൽ ബി വെരി ഹാപ്പി. ഞാൻ എന്നിട്ട് ഐ എം വെരി ഷുവർ. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, അതിന് സൊല്യൂഷൻ ആയിട്ടാണ് പോകേണ്ടത്. അല്ലാണ്ട് മാനേജ്മെന്റ് അടുത്ത് പറയാം ഇത്ര മോശം കാര്യം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ അതിന് ചെയ്യാം. ഓൺലൈൻ ഇതാരത് ശരിയില്ലാട്ടാ വണ്ടി ഓടിക്കാൻ. വാസിക്കേ? ഓക്കെ, ശരി. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൈമാണ് സെർച്ച് എഞ്ചിൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇതൊന്നും എല്ലാവരും എഴുതിയെടുക്കുക. സെർച്ച് എഞ്ചിൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. സെർച്ച് എഞ്ചിൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. എഴുതിയോ? അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ല നല്ല ആർട്ടിക്കിൾ എഴുതാം. പോസിറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതാം, പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലോഗുകൾ എഴുതാം, വലിയ രീതിയിൽ നല്ല റൈറ്ററെ കൊണ്ട് എഴുതിയിടാം. അപ്പൊ നമുക്ക് നമ്മുടെ പോസിറ്റീവ് കണ്ടന്റുകളൊക്കെ ആദ്യം വരും. ഈ നെഗറ്റീവ് ആയിട്ടുള്ളതും പണ്ടത്തെയൊക്കെ താഴേക്ക് പോകും. അതാണ് പുഷസ് ഡൗൺ നെഗറ്റീവ് റിസൾട്ട് എന്നൊക്കെ പറയണത്. പ്രൊമോട്ട്സ് പോസിറ്റീവ് കോണ്ടന്റ് ഇൻ സെർച്ചിങ്. അതായത് ഇപ്പോൾ ഒരു ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോറയിൽ തൊട്ട് പലയിടത്തും നല്ല 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 പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബ്ലോഗിൽ എഴുതിയിടാം, കണ്ടന്റിൽ എഴുതിയിടാം, നിറച്ച് എഴുതിയിടാം എല്ലായിടത്തും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കമ്പനി ഉണ്ടോ ജസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ ആയിരിക്കും ആദ്യം വരാ. ഈ നെഗറ്റീവ് ആയിട്ടുള്ളത് താഴേക്ക് പോകും. അതാണ് പുഷ്. അതാണ് സെർച്ച് എഞ്ചിനുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. സെർച്ച് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോഗുകൾ എഴുതുക, അല്ലെങ്കിൽ നല്ല ആർട്ടിക്കിളുകൾ എഴുതുക. നിങ്ങളത് SEO പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അതിനെക്കുറിച്ച് അറിയണ്ടാവും. SEO നിങ്ങൾ എല്ലാവരും SEO പഠിച്ചതല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് SEO പഠിച്ചതല്ലേ? അതെ അതെ. അതെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ബ്ലോഗിലായാലും കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നത് വളരെ നല്ലതാണ്. പിന്നെ SEOയിൽ നമ്മൾ പഠിച്ചതുപോലെ നിങ്ങളെ കണ്ടന്റ് ഒന്നും കോപ്പി ആവരുത്, എവിടെ നിന്നെങ്കിലും എടുക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിൽ വേണം ചെയ്യാൻ. ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ അത് റാങ്ക് ചെയ്യില്ല, ഗൂഗിൾ അത് താത്തിക്കളയും. ഓക്കെ, നമുക്കറിയാവുന്നതാണ് കോണ്ടന്റ് സ്ട്രാറ്റജി ഫോർ OR. നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് ടെസ്റ്റ് മോഡിൽ ഉണ്ടാക്കാം, വീഡിയോ ടെസ്റ്റ് മോഡിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ബ്ലോഗ് ഉണ്ടാക്കാം, അലുമിനി സക്സസ് സ്റ്റോറീസ് ഉണ്ടാക്കാം, ഫാക്കൽറ്റീസിനെ കൊണ്ട് റിവ്യൂ ഉണ്ടാക്കാം, ക്യാമ്പസിലെ വീഡിയോസുകൾ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം വൈ യു ചൂസ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്, അല്ലെങ്കിൽ വൈ യു ചൂസ് ദ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പല റിവ്യൂസുകൾ കാര്യങ്ങൾ ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. നമുക്ക് അതുപോലത്തെ ഒരു കോണ്ടന്റുകൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്ലയന്റ് ആണ് SCM ഹബ് എന്ന് പറയും. അവര് ഒരു ലീഡിങ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കൊച്ചി തന്നെയുള്ള ഒരു ലീഡിങ് ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു +2 പഠിച്ച ഒരു കുട്ടി, +2 പഠിച്ച കുട്ടി പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല. +2 പഠിച്ചൊരു കുട്ടിയാണ്, പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല. അവർ കോളേജ് വെരി റെഡി ടു ഹെൽപ്പ് ആണ് ആക്ച്വലി. പക്ഷെ ആ കുട്ടി ഭയങ്കര ഞാൻ പേഴ്സണലി ആ മാറ്റർ മൊത്തം അറിയാം. അതുകൊണ്ടാണ് വളരെ ഒരു അത്ര കഴിവില്ലാത്ത കൊച്ചാണ്. അങ്ങനെ ആ കുട്ടി കോഴ്സിന് ജോയിൻ ചെയ്തു പോയി. ബാക്കി അതിൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി. പക്ഷെ ഈ കുട്ടി ആളെന്തെന്ന് വെച്ചാൽ ഒരു വോയിസ് ഉണ്ടാക്കിയിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സാധനം കോളേജ് ക്യാമ്പസിൽ കിടന്നിട്ട് കറങ്ങാൻ തുടങ്ങി. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇത് കേട്ടപ്പോൾ സത്യത്തിൽ പാനിക്കായി. ഇത് കണ്ടു കഴിയുമ്പോൾ കുറച്ചൊരു പാനിക്കായി. അവിടെ പഠിച്ച ജോലി കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജസ്റ്റ് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയി പെട്ടെന്ന്. കാരണം ഇവന്റെ വോയിസ് നമുക്കറിയില്ല, ചില
1000 പോസിറ്റീവ് ഉണ്ടെങ്കിലും ഈ ഞാൻ തന്നെ ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഡിസ്കഷനാണ്. അങ്ങനെയാണല്ലോ, ഒരു ചെറിയ നെഗറ്റീവ് കാര്യത്തിന് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം നമ്മളിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ഇത് ചർച്ച ചെയ്യുന്നപ്പോൾ നമ്മളൊരു ഒരു ഐഡിയ വെച്ചു. എന്ത് ഐഡിയ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേസ്മെന്റ് കിട്ടിയവരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ ഞങ്ങൾ പെട്ടെന്ന് നടത്തി. പ്ലേസ്മെന്റ് കിട്ടിയ കുറച്ച് പേരെ ഞങ്ങൾ വിളിച്ചു വരുത്തി അവിടെ ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയിട്ട് അവരോട് പറഞ്ഞു, അവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ചിലർ ഞങ്ങൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അത് അവിടെ പിന്നെ അത് അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. എല്ലാവരും വന്ന് ചെറിയ സെലിബ്രേഷൻ നടത്തി. അവിടെ പഠിച്ചിരിക്കുന്ന പിള്ളേർ പ്ലേസ് ആയിട്ട് പറഞ്ഞാൽ 10-25 പേരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, ഒരു ചെറിയൊരു ഇവന്റ് പോലെ നടത്തി കോളേജിൽ തന്നെ. അപ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ക്ലിയർ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ നമ്മൾ കോണ്ടന്റ് സ്ട്രാറ്റജിക്ക് പല പ്രശ്നങ്ങളും വരാം നമുക്ക്. അപ്പം അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് നമ്മളെ ഭയങ്കര നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നിങ്ങളുടെ മേഖല തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അതൊരു ജനറൽ കാര്യമാണ്. എന്തെങ്കിലും ഇപ്പോൾ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരോട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കുക, ഒരു ടീമിനെ നമ്മൾ ഇത് ചെയ്യുക. കാരണം ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ കോളേജിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും റിപ്ലൈ കൊടുത്തില്ല. നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷനാണ് എടുത്തത്. അതിന് നമ്മൾ വെറുതെ തിടുക്കം കാണിച്ച് അവിടെ റിപ്ലൈ കൊടുത്ത് ഇവിടെ റിപ്ലൈ കൊടുത്ത് ആ കുട്ടി ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ വെറുതെ ആ കുട്ടി ഗൂഗിൾ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട്, പക്ഷെ ആൾ റെസ്പോണ്ട് ചെയ്യണില്ല. ചിലവരുണ്ടാവും എന്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഓക്കെ അല്ല, അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ഇങ്ങനത്തെ കുറച്ച് ഡാമേജിലൊക്കെ ഉണ്ടാക്കും. ഡെഫിനറ്റ്ലി അവർ ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി അലേർട്ട് ആവും. കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ആ ബേസിസിൽ നമുക്ക് നടത്താൻ പറ്റും. കുറച്ചും കൂടി നമുക്ക് കമ്പനീനെ അതിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടി നമുക്ക് കൂട്ടാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഒരു കോളേജിന്റെ ഒരു എന്ന് പറയുന്നത് പുവർ ഓൺലൈൻ റിവ്യൂസ് അഫക്റ്റഡ് അഡ്മിഷൻസ്. നമ്മുടെ ഇപ്പൊ റിവ്യൂസുകൾ ഉണ്ടാകും. ഇപ്പൊ ചില സ്ഥാപനത്തിന്റെ റിവ്യൂസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3 സ്റ്റാറിൽ താഴെയായിരിക്കും അല്ലെ, ചിലപ്പോ അവരുടെ 4 സ്റ്റാർ താഴെ. ചിലപ്പോൾ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലെ. അപ്പൊ വളരെ മോശം റിവ്യൂസ് ആണെങ്കിൽ നമ്മുടെ ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ കസ്റ്റമറെ കൊണ്ട് നല്ല നല്ല റിവ്യൂസുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇടിയിക്കണം കസ്റ്റമറെ കൊണ്ട്. ഇപ്പൊ നമ്മളായാലും നിങ്ങളായാലും ഇവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടേതായ മേഖലയിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കൊക്കെ ആയിട്ട് റിപ്ലൈ ചെയ്ത് നിങ്ങൾ പറയും, ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളായാലും നമ്മുടെ ടീം നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ ഗൂഗിൾ റിവ്യൂ ഇടാമോ എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഇടിക്കും. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിലൊരു പറയണത് 38% ഇൻക്രീസ് ഇൻ പോസിറ്റീവ് റിവ്യൂസ്, 28% അഡ്മിഷൻ ഗ്രോത്ത്. കണ്ട, റിവ്യൂസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അഡ്മിഷനിലേക്കുള്ള കാര്യങ്ങൾ വളരെ അഡ്മിഷൻ വ്യത്യാസം വരും ഡെഫിനറ്റ്ലി. ഇപ്പൊ നിങ്ങളായാലും പലരും പറഞ്ഞു ഞാൻ ഇവിടെ റിവ്യൂ കണ്ടിട്ടാണ് ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് ജോയിൻ ചെയ്തത്, ഇത് കണ്ടിട്ടാണ് ജോയിൻ ചെയ്തത് പലരും പറഞ്ഞു. റിവ്യൂ പ്ലേസ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. കണ്ട, ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ആവറേജ് റിവ്യൂ റേറ്റിംഗ്, നമ്പർ ഓഫ് ബ്രാൻഡ് മെൻഷൻ, സെന്റിമെന്റ് ട്രെൻഡ്സ്, എൻഗേജ്മെന്റ്, റെസ്പോൺസ് പോസ്റ്റ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സെന്റിമെന്റ് ട്രെൻഡ് അതിനെ കുറിച്ച് പറയാം. അതേപോലെ ഇതിന്റെ റെസ്പോൺസിന്റെ പോസ്റ്റുകൾ, എൻഗേജ്മെന്റ്, പോസിറ്റീവ് റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ, ഇതൊക്കെ നമ്മൾ അതിന്റെ ട്രാക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര സ്റ്റാർ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ബേസിക്കലി. SEO ആൻഡ് ORM ഉണ്ടായി. അതായത് യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കീവേഡ്സ് ഫോർ ബ്ലോഗ്സ് ആൻഡ് വീഡിയോസ്, ഒപ്റ്റിമൈസ് സ്റ്റുഡൻസ് ഫാക്കൽറ്റി കോണ്ടന്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്താ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രാൻഡ്, അതാണ് യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കീവേഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമ്മുടെ ബ്രാൻഡാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ടേമുകൾ
പലയിടത്തും ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടന്റ് എഴുതുക. അപ്പോൾ ആരെങ്കിലും ആ ടേമുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു കമന്റ് ആയിരിക്കും മുകളിൽ വരാം. അല്ലെങ്കിൽ നമ്മുടെ കീവേഡുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കീവേഡ് എന്ന് പറഞ്ഞപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കുകളും കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കീവേഡും നമ്മുടെ ബ്രാൻഡും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിനൊക്കെ കണക്ട് ചെയ്താൽ ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് റിവ്യൂസും ഫീഡ്ബാക്കുകളും കണ്ടന്റും ബ്ലോഗുകളൊക്കെ ടോപ്പിൽ കണ്ടാൽ വളരെ നല്ലതാണ്. ഇപ്പൊ ഇതിൻ്റെ ഇപ്പോൾ ഉള്ള കൂടുതലും വീഡിയോ കൈൻഡ് ഓഫ് റിവ്യൂസും റെസ്പോൺസിനാണ് ഇപ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാർ കമന്റുകൾ വായിക്കുന്നുണ്ട്. പണ്ട് ഒരു 10 വർഷം മുന്നേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അന്ന് ഈ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൾക്കാർ ഒരുപാട് റീഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ അതെല്ലാവരും വീഡിയോ കാണാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. വീഡിയോ കട്ടക്കടക്കെ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യിക്കണം. ഇപ്പോൾ വീഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വീഡിയോ റിവ്യൂസും വീഡിയോയുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് കൂടുതലും. പക്ഷെ അതിന് താഴെ ഡെഫിനറ്റ്ലി കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു വീഡിയോ പണ്ട് അങ്ങനെയായിരുന്നില്ല. 100% നമ്മൾ വായിച്ചിട്ടാണ് ആൾക്കാർ. ഞാൻ ഒരുപാട് ആർട്ടിക്കിൾ എഴുതുമായിരുന്നു പണ്ട് എനിക്ക് ഒരുപാട് റൈറ്റർമാരായിട്ട് വർക്കും ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റ റൈറ്റർമാരായിട്ടും വർക്ക് ചെയ്യണില്ല. എസ്പെഷ്യലി ChatGPT മറ്റ് AI ടൂൾ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ജോലി നഷ്ടപ്പെട്ടത് കണ്ടന്റ് റൈറ്റേഴ്സിന്റെ പണിയാണ്. ഓക്കെ, എന്നോട് പലരും ചോദിക്കാറുണ്ട് AI വരുമ്പോൾ നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നു. ഈ AI വരുന്നത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ചെയ്യുന്നവരാണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് നമ്മുടെ വർക്ക് ചെയ്യാം. ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റർമാർക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ജോലി പോവില്ല. ജോലി പോകുന്ന എന്തെങ്കിലും ബാനർ ഡിസൈൻ ചെയ്യുന്നവര്, കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നവര്, ചെറുതായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവര്, ഇങ്ങനെയുള്ളവർക്കാണ് ജോബുകൾ പോവുക. കാരണം ഇതൊക്കെ നമുക്ക് AI വെച്ച് കുറച്ചും കൂടി ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ചും കൂടി പൈസ ഒക്കെ സേവ് ചെയ്യാം. ഇവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാം. നമുക്ക് പലതരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. AI ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഗുണമേ മാത്രമേ ഉള്ളൂ. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടിട്ട് ചില ടാസ്കുകൾ ചെയ്യുന്നവർക്കാണ് അത് ശരിക്കും സത്യത്തിൽ പണി കിട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ തന്നെ ഒരുപാട് കണ്ടന്റ് റൈറ്റർമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ 0 ആണത്. അപ്പൊ ആ അവന്മാരുടെ ജോലി അതൊന്നും പോയ. ഓക്കെ, അതുപോലെ ചെറിയ ചെറിയ ബാനറുകളായാലും ശരി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ വീഡിയോ എഡിറ്റിംഗ് ആയാലും നമുക്ക് AI ടൂൾ വെച്ചിട്ട് ഫാസ്റ്റ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് നമ്മളോട് ഒരു ഹ്യൂമൻ ബ്രെയിൻ ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഇപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാം, എന്താണ് ഇപ്പോഴത്തെ ആവശ്യം, ഏത് തരം കണ്ടന്റ് ആണ് നമുക്ക് AI വെച്ച് ഉണ്ടാക്കേണ്ടത്, ഇതിനൊരു ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടായാലാണ് നമുക്ക് കൃത്യമായിട്ട് വർക്ക്. അപ്പൊ അതൊരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ആക്ച്വലി AI ഗുണമേ ഉള്ളൂ. കുറച്ചും കൂടി നമുക്ക് എഫിഷ്യൻ്റ്ലി ഫാസ്റ്റായിട്ട് ഒരുപാട് ബൾക്കായിട്ട് പല കാര്യങ്ങളും നമുക്ക് AI വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ORMന്റെ കാര്യം പറഞ്ഞത്. ORM ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് സ്റ്റുഡൻസിനെ കൊണ്ടായാലും നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൊണ്ടായാലും നമുക്ക് പലതരത്തിലുള്ള ഫീഡ്ബാക്കുകളും റിപ്ലൈകളും ചെയ്യാം. നമുക്കറിയാം പലയിടത്തും ഉണ്ടാവും. എവിടെ നിങ്ങൾ മിക്ക സ്ഥാപനങ്ങളൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും സ്കാൻ ആൻഡ് റൈറ്റ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, റേറ്റ് യുവർ ട്രെയിനിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റേറ്റ് യുവർ ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നമ്മൾ പല സ്ഥാപനത്തിലും ഇപ്പോൾ അത് കോമൺ ആണ് അല്ലേ? നിങ്ങളായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇനി ആയാലും നിങ്ങളത് ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു ORMന്റെ ഭാഗമാണ്, റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാനുള്ള ഭാഗമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഈ ഡൗട്ട് വിമല മാഡം കിട്ടുന്നുണ്ട് എന്തെങ്കിലും? മനസ്സിലായി. സാറ ക്ലിയർ ആണോ? ക്ലിയർ സർ. ഹരിലാൽ ഓക്കെ. എല്ലാവരുടെ പേരെ ഞാൻ വിളിക്കാത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? ഞാൻ എൻ്റെ അടുത്ത് പല ക്ലയന്റുകളും ഒരുപാട് ഞാൻ ഓൺലൈൻ ORM ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
നിങ്ങൾ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്നോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിന് ടാക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കായാലും ഇപ്പം ഈ പഠിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ചില സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ എന്തിനും ഇതൊക്കെ എൻ്റെ ഏരിയ ആണ്, ഇതെല്ലാം നിങ്ങളുടെ ഏരിയ ആണ്, എല്ലാം ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഏരിയ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വെറും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടം പോയി. ഓക്കെ, നിങ്ങൾ എല്ലാ മേഖലയിലും ചെയ്യുക, അത്ര കോമ്പറ്റിറ്റീവ് ആണ് മാർക്കറ്റ്. അപ്പം എല്ലാ മേഖലയും നിങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. അതിന് മാത്രം പിള്ളേർ ഇങ്ങനെ പഠിച്ചിറങ്ങാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു ടൂൾ കമ്പാരിസൺ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഗൂഗിൾ അലേർട്സ് എന്ന് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൂളാണ്, ഫ്രീ ആണ്, നമുക്കൊരു ബേസിക് മോണിറ്ററിങ് നടത്താം. ബ്രാൻഡ് 24 എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അത് പെയ്ഡ് ആണ്. സോഷ്യൽ മീഡിയയിലുള്ള, നേരത്തെ എന്നോട് ആരോ ചോദിച്ചില്ല, സോഷ്യൽ മീഡിയയിൽ നമുക്ക് മൊത്തം ട്രാക്ക് ചെയ്യാം. reputation.com എന്ന് പറഞ്ഞ ഒരു വലിയൊരു കമ്പനിയാണ്, ഫുൾ ORM സ്യൂട്ട് തന്നെയുണ്ട്. അതും പെയ്ഡ് അല്ല, അതും സോറി, അത് പെയ്ഡ് ആണ്. അതൊക്കെ വച്ചിട്ട് ഈ ടൂളുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഇന്റർനെറ്റിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്ക് ടൂള് വഴി കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി അവിടെ ചില നെഗറ്റീവ് ആണെങ്കിൽ അവിടെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ക്ലിയർ ആയോ? ഈ ടൂളുകൾ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ചില ടൂളുകൾ കൃത്യമായിട്ട് നമുക്കതിന് റിപ്ലൈ കൊടുക്കാനും പറ്റും. സോ ഈ ടൂളുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. മൊബൈൽ OR മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇപ്പം നമുക്ക് എല്ലാം മൊബൈൽ ആപ്പ് വഴി ചെയ്യാം അല്ലേ. ഇപ്പം നമ്മുടെ ഒരു ഗൂഗിൾ മൈ ബിസിനസ് ആയാലും ശരി, അതിലേക്ക് നമുക്ക് റിവ്യൂസ് വരാം, നമുക്ക് മൊബൈലിലൂടെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കാം, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാം. എല്ലാം മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പം അതുകൊണ്ട് അതിന് വെറുതെ ഒരു ടേം എന്ന് നമ്മൾ പറയുന്നുള്ളൂ, മൊബൈൽ OR മാനേജ്മെന്റ് അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പറയണതാണ്. ഫ്യൂച്ചർ ഓഫ് ORMന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ AI പവേർഡ് സെന്റിമെന്റ് അനാലിസിസ്. അതായത് സെന്റിമെന്റ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, വോയിസ് സെർച്ച് റിവ്യൂസ്, ഓട്ടോമേറ്റഡ് റിവ്യൂ റെസ്പോണ്ടേഴ്സ്. ഓക്കെ, കാരണം നമുക്കൊരു ചാറ്റ് ബോട്ട് ഓട്ടോ റെസ്പോണ്ടിങ് ടു കോമൺ ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില വേർഡുകൾ കണ്ട് അവർക്ക് അറിയാൻ പറ്റും ഇത് ഒരു, അതാണ് സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലവർ എഴുതിക്കാണ് ഭയങ്കര ബാഡ്, ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ എഴുതിക്കാണ് ബാഡ് ഫുഡ്. അപ്പൊ അവർക്കറിയാം ബാഡ് എന്ന് പറയുമ്പോൾ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ AI വെച്ചിട്ടൊക്കെ അതിന് ഓട്ടോ റെസ്പോണ്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ തന്നെ ഇപ്പൊ ചിലവരുണ്ടാവും ഗുഡ് എന്നുള്ള ടൈം ഉണ്ടാവും അല്ലെ, ചിലവരുണ്ടാവും ഒരു ആവറേജ് എന്ന് പറയാം, അപ്പൊ അതൊരു ന്യൂട്രൽ ആയിരിക്കും. അങ്ങനെ ചില വേർഡുകളിൽ നിന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് എന്ത് തരം ഫീഡ്ബാക്ക് ആണ്, അല്ലെങ്കിൽ എന്ത് തരം റിവ്യൂസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, കണ്ടെത്തി അതിനുള്ള ഓട്ടോ റിപ്ലൈ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. ചാറ്റ് ബോട്ട് ഓട്ടോ റെസ്പോണ്ടിങ് ടു കോമൺ ഫീഡ്ബാക്ക്. ബ്രാൻഡ് യൂസിങ് സെന്റിമെന്റ് അനാലിസിസ് 25 to 35% faster response time to negative comment. ഇത് ഈ സെന്റിമെന്റ് അനാലിസിസ് ഉപയോഗിച്ച് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായി. ബിസിനസ്സസ് യൂസിങ് AI ഫോർ സെന്റിമെന്റ് അനാലിസിസ് റിഡ്യൂസ് ബ്രാൻഡ് ക്രൈസിസ് ഇമ്പാക്ട് ബൈ. ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ബ്രാൻഡ് ക്രൈസിസിന് നമുക്ക് കുറച്ചും കൂടി 40% കുറയ്ക്കാൻ പറ്റി, കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ബേസിക്കലി പറയുന്നത് ഈ സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. അപ്പൊ ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്, ഒരു ORM ഈസ് എസെൻഷ്യൽ ഫോർ, ഞാനിവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതാണ്, എനി ബിസിനസ്.
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ORM is essential for any business. Protect and promote your digital brand. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിജിറ്റൽ പ്രസൻസ് ആണ് എവരിവെയർ അല്ലേ. ഇപ്പം നമ്മുടെ തന്നെ ബ്രാൻഡാണ്. ഞാൻ തന്നെ ലിങ്ക്ഡിനിലായാലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ നമ്മൾ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേ പ്രോ ആക്റ്റീവ്, നോട്ട് റിയാക്റ്റീവ്. ഓക്കെ, ഒരാൾ നമ്മളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് പല കാര്യങ്ങളും റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ച് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ട്രെയിൻ യുവർ ടീം ടു ഹാൻഡിൽ ORM പ്രൊഫഷണലി. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ തുടക്കകാലത്തിൽ എനിക്ക് പറ്റിയതാണ്. ചിലവർ ഇപ്പം ഇങ്ങനെ എഴുതിയിട്ട് പറയും ക്ലാസ് ഹാപ്പി ആയിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കും, അതിന് നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നില്ല, നിങ്ങൾ വളരെ ബാഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മനസ്സിലായോ, നമ്മളൊരു കോളോക്കിലി പറയുന്ന പോലെ അങ്ങോട്ട് വളരെ ഇതായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലി, കാരണം ഒരുപാട് പേര് ആൾക്കാർ നോക്കുന്നതാണ്. അപ്പം അതിനെ വളരെ പ്രൊഫഷണലി വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു ടാസ്ക് ചെയ്യാം. ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് നെഗറ്റീവ്, കമ്പനിയെ കുറിച്ച് എവിടേക്കാണോ നെഗറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഡിജിറ്റൽ അസറ്റും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് അത് എടുത്തിട്ട് നിങ്ങളൊരു എക്സൽ ഷീറ്റിൽ സ്റ്റോർ ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനൽ. അതിൻ്റെ അവരുടെ എല്ലാ വീഡിയോസുകളും ജസ്റ്റ് ചെക്ക് ചെയ്യാം. എവിടെയാണോ, ഏതാണ് വീഡിയോ, ഏതൊക്കെ കമൻറ്റുകൾ, ആ വീഡിയോ ഇന്ന വീഡിയോൻ്റെ ഇന്നൊരു കമൻറ്റ് അതെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം മാത്രം അതിൻ്റെ URL പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് യൂട്യൂബിന് താഴെ ഇടുക. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുക. ഫേസ്ബുക്കിൽ റിവ്യൂ ഇട്ടുണ്ടോ നോക്കുക. ഫേസ്ബുക്കിൻ്റെ പേജിൽ റിവ്യൂ ഇട്ട്, അതുപോലെ ഗൂഗിൾ റിവ്യൂ ഇട്ടുണ്ടോ നോക്കുക. അതുപോലെ എന്തെങ്കിലും ബ്ലോഗുകൾ കോറയിൽ എഴുതിയിട്ട് നോക്കുക. അപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ബ്രാൻഡ്, ഗൂഗിൾ, നിങ്ങളിപ്പോൾ തൽക്കാലം ഗൂഗിൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ബ്രാൻഡ് സെർച്ച് ചെയ്യാം. ബ്രാൻഡ് സെർച്ച് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ ബ്രാൻഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഗൂഗിൾ വെച്ച് സെർച്ച് ചെയ്യുക, എല്ലാ സോഷ്യൽ മീഡിയയിലും പോയി ചെക്ക് ചെയ്യുക, അവരുടെ യൂട്യൂബ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്ത് എവിടെയാണ് മോശം എഴുതിയിരിക്കുന്നത് അത് ഇൻക്ലൂഡിങ് കമൻറ്റ് വരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ഈ റിപ്പോർട്ട് എനിക്കിപ്പോൾ ജസ്റ്റ് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്തല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി, ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഇത്ര തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ട്. ചിലവർ പറയും കോഴ്സ് പോരാ, ചിലവർ പറയും ട്രെയിനർ പോരാ, ചിലവർ പറയും റെക്കോർഡഡ് ക്ലാസ് ആണ്, ലൈവ് അല്ല, ചിലവർ പറയും ഡൗട്ട് ഒന്നും പറഞ്ഞു തരുന്നില്ല, ഇന്ററാക്റ്റീവ് അല്ല. പലതരത്തിലാണ് ആൾക്കാർ കമൻറ്റുകൾ പറയും. അതെന്തൊക്കെയാണെന്ന് നോക്കുക. അത് നോക്കാതെ നിങ്ങളത് റിപ്പോർട്ടിലേക്ക് ആക്കണം. റിപ്പോർട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ട ഓൺലൈൻ റെപ്യൂട്ടേഷൻ സ്ട്രാറ്റജി നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പം നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ കമ്പനി അടുത്തേക്ക് ഇത് കാണിക്കണം. ഇതാണ് നമ്മുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്. നമ്മൾ ഇന്ന ഭാഗത്തെ കുറിച്ചൊക്കെ മോശം പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊക്കെ ഇങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കണം കമ്പനി അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ കമ്പനി പറയും, നല്ല അപ്രിഷ്യേറ്റ് ചെയ്യും, ഓക്കെ കൊള്ളാം എന്നുള്ളത്. എല്ലാവരും അതൊന്ന് ചെയ്യാം. എന്താണ് ടാസ്ക് എന്ന് മനസ്സിലായോ?